അതെ, ഇതേനാണ്ട് പോയാ അവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടാവോ? വീടുകളുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആൾക്കാരൊക്കെ കുറെ ഉണ്ടാവുന്നേ. ആ, പോയോക്കട്ടെ. ആ, ഈ നട്ടാറ വെയിലത്തന്നെ വേണല്ലേ. ആ, പൊക്കോ. പിന്നെ ആ തിരിവങ്ങട് തിരിച്ചിട്ടാണ്ട് കേൾക്കോ. അതെ, നായ്ക്കളെ നോക്കണം കുട്ടിയെ. എന്താപ്പോ കൊറിയറൊക്കെ വൈകുണ്ടോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലോ. ആ, എന്തത്ര ഡിലേ? എൻ്റെ സാറേ മലപ്പുറത്തുനിന്ന് വരണേ. ഇതിപ്പോ 2-3 ദിവസമായില്ലേ. അടുത്ത ആഴ്ച തുവൂര് സ്റ്റാർട്ട് ചെയ്യും. അതെയോ? പിന്നെ സാറിന് ഡിലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോ അവിടുന്ന് ഓഫീസിൽ നിന്ന് 2 വട്ടമായി മെയിൽ വരുന്നു. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സാധനം തന്നെയാവില്ലേ? അതൊന്നും കുഴപ്പമില്ല. ഇതാ അവിടെ ഒരു ഉപ്പ്. ടീച്ചറിന്ന് സ്കൂളിലേക്ക് പോയിണ്ടാവും അല്ലേ? അവളിന്ന് നേരത്തെ പോയി. രാവിലെ എന്തൊക്കെയോ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പുതിയ പ്രൊജക്റ്റ് എന്തെങ്കിലും? വരാൻ പോകുന്നുണ്ട്. ഓക്കെ. സാധനം കിട്ടിയിട്ടോ? കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് സമയം പിന്നെ പ്രൊഡക്റ്റ് പറഞ്ഞു മനസ്സിലാക്കിയില്ല. അതെ, അതാണ് ബ്രാൻഡ് പാർട്ടി. ഞാൻ പറഞ്ഞിരുന്നതാണ്. അതെ, ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ട. എന്താണ്? എന്താ? ഒരിത്തിരി പഞ്ചസാര തരുമോ? ഷുഗർ കുറഞ്ഞിട്ടാണേ.
ഇരുന്നോളൂ. ദാ ഈ മിഠായികൾ കഴിച്ചോളൂ. ഇത്ര ഒന്നും വേണ്ടായിരുന്നില്ല. മധുരല്ലേ, കഴിച്ചോളൂ. ഒരു നുള്ളു പഞ്ചസാര മതിയായിരുന്നു. നല്ല വെയിലല്ലേ, ഈ നേരത്തൊക്കെ ഇറങ്ങി നടന്നാൽ ആർക്കായാലും തളർച്ചയും ക്ഷീണമൊക്കെ വരും. കുഴപ്പമില്ല, ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുള്ളതാ. ഈ ക്ഷീണവും തളർച്ചയൊക്കെ ഒരു നുള്ള മധുരം കഴിച്ചാ അതങ്ങോട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഞാനേ എൻ്റെ ഈ ബാഗിൻ്റെ ഇടയിൽ എപ്പോഴും 50 പൈസയുടെ പേരക്ക മിഠായിയോ നാരങ്ങ മിഠായിയോ ഒക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരാവശ്യം വന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അതിനെങ്ങനെയാ, വീട്ടിൽ മൂത്തോളം 2 ഉണ്ടേ. ഓറ്റോള് പുക്കരിഞ്ഞപ്പോൾ ഒക്കെ എടുത്ത് തിന്നുണ്ടാവുന്നാ തോന്നണ്. കുട്ടികളല്ലേ, മിഠായി അല്ലേ? എന്ത് കുട്ടിയോള്, ഒരു സാധനം വെച്ചാ വെച്ചോടത്തിരിക്കില്ല. ഒറ്റോളം എപ്പോഴും അങ്ങനെ തന്നെയാ. ഉച്ചനേരല്ലേ, ചിലപ്പോൾ ഫുഡ് കഴിക്കാത്തോണ്ടാവും. കുറച്ച് ചോറ് കഴിച്ചാലോ? അയ്യോ അതൊന്നും വേണ്ട. കാലത്ത് ഒരു പിടി വെള്ളച്ചോറ് ഇത്തിരി ഉപ്പും മുളകൊക്കെ കൂട്ടി തിരുമ്പി അങ്ങോട്ട് ഉടച്ചാണ്ട് കഴിക്കും. എന്നാ പിന്നെ ക്ഷീണം അറിയാറില്ല, തളർച്ചയൊന്നും അറിയാറില്ല. അതാ പതിവുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ശീലമില്ല. സൂപ്പർ ഫുഡല്ലേ. അമ്മ പണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറ്, അതിൽ കുറച്ച് തൈര് ഒഴിച്ച്, എന്ത് സ്വാദുണ്ടായിരുന്നു. ഇപ്പം എന്താ, വൈഫിൻ്റെ മെനു അല്ലേ? ഒരു നേരം ഓട്സ്, പിന്നെ കുറച്ച് ചപ്പാത്തി, ഏതെങ്കിലും ഒരു നേരം ചോറ് കിട്ടിയ ഭാഗ്യം. എന്താ, ഒരു എരിവില്ല പുളിയില്ല, എന്താ ചെയ്യുക. അപ്പോൾ വൈഫ് ടീച്ചറാണ്, ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ്. കുട്ടികളോ? 2 പെൺകുട്ടികളാ, 2 ആളും പുറത്ത് പഠിക്കുക. അല്ല, നിങ്ങൾ എവിടുന്നാ വരുന്നത്? കുറേ ദൂരത്തുനിന്ന് തോന്നുന്നു. ദൂരമൊക്കെ കുറേ ഉണ്ട്. കുറേയോ? ദൂരെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിൻ്റെ അവിടുന്ന്, കൊടുങ്ങല്ലൂർ അവിടുന്ന്? ഏയ് അത്രയ്ക്കൊന്നും പോണ്ട. അത്രയില്ല. പട്ടാമ്പിന്നാ. പട്ടാമ്പിന്നാണോ? പട്ടാമ്പി എവിടെ? പട്ടാമ്പി കൂറ്റനാടാ. കൂറ്റനാട് അറിയാം. കൂറ്റനാട് എവിടെ? കൂറ്റനാട് അടുത്ത് തന്നെയാ, പെരിങ്ങോട് എന്ന് പറയും. പെരിങ്ങോടാണോ? പെരിങ്ങോട് അറിയോ? പെരിങ്ങോട് അറിയാം. ഞാനവിടെ 2 കൊല്ലം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അവിടെ പോസ്റ്റ് മാഷായിരുന്നു. ഞാനേ പോവാൻ നോക്കാം. ഇങ്ങനെ ഇരുന്നാ ഇനിക്ക് ശരിയാവില്ല. ഒരു ഉറുപ്പിട കച്ചവടം ഇന്ന് ഉണ്ടായിട്ടില്ല, അതാ. എന്തിനാ, നല്ല വെയിലല്ലേ, കുറച്ചേരം ഇരുന്നോളൂ, റെസ്റ്റ് ചെയ്തോളൂ. അല്ല സാറേ, എൻ്റെ ഒരു സാധനം ഇന്ന് വിറ്റ് പോയിട്ടില്ലേ. ഇതെന്താ കച്ചവടം, എന്താ പ്രൊഡക്ട്സ് എന്താ? കച്ചവടം എന്ന് പറഞ്ഞാൽ കുറച്ച് ആയുർവേദ പ്രൊഡക്റ്റാ. പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ കുറച്ച് അച്ചാറും കൊണ്ടാട്ടും പലഹാരമൊക്കെയാ. ഹോംലി പ്രൊഡക്ട്സ്. അത് ശരി. നല്ല ഹാൻഡ് വാഷും ഉണ്ട് സാറേ. അതെയോ? ഈ ഇതല്ലത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറ്റിയ സാധനങ്ങളല്ല. ഞാനല്ല മേടിക്കാറ്, എൻ്റെ വൈഫാണ് മേടിക്കാറുള്ളത്. അവരിങ്ങനൊന്നും മേടിക്കാറില്ല. പക്ഷേ നോക്കാം, നമുക്ക് നോക്കാം. അല്ല സാറേ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. അല്ല, ഒരു വൈഫാ. ആ മേശപ്പുറത്ത് ഓട്സ് ഇരിക്കുന്നുണ്ട്, കഴിച്ചില്ലേ? നേരത്തെ കഴിക്കാതിരുന്നിട്ടേ ബിപി കൂട്ടാൻ ഈ ഓട്സൊക്കെ തന്നെയല്ലേ. ഒരു മീൻകറി കൂട്ടി കഴിച്ചിട്ട് എത്ര ദിവസം? പിന്നെ ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ചോദിച്ചൂടെ? ഈ മെനുവിനല്ലേ ഡെയിലി ഞാൻ ഉണ്ടാക്കി തരാറുണ്ടല്ലോ മീൻ കൂട്ടാനൊക്കെ. വെറുതെ നോണ പറയണ്ട, തമാശ കളിക്കാണ്ട് എടുത്ത് കഴിക്കാൻ നോക്കി. ആ കഴിച്ചോളാം. ഫ്രിഡ്ജിലെ പുളിയില്ലാത്ത തൈര് ഇരിക്കുന്നുണ്ട്. മേശപ്പുറത്തുള്ളതല്ലേ, ഞാൻ കഴിച്ചോളാം കേട്ടോ. ആ പിന്നെ ഏട്ടാ, ഒരു കാര്യം കൂടി, അതെ ആർജിയുടെ ശാന്തിച്ച് വരൂട്ടോ, പൈസ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞാ മതി.
ഇരിക്കും നിങ്ങൾ എന്തിനാണ് ഈ വെയിലത്ത് പോണത്? എനിക്ക് പോണം. കച്ചവടം ഒന്നും നടന്നിട്ടില്ലേ? കച്ചവടം നമുക്ക് ഇപ്പൊ നോക്കാം, ക്ഷീണത്തിനൊക്കെ നോക്കാം, കുറവുണ്ട്. നോക്കാം. 10-600 നോക്കാം, രൂപയെങ്കിലും എന്തെങ്കിലും നോക്കാം. വിറ്റാൽ സാധനമുണ്ട്. വീട്ടിൽ പോയിട്ട് കാര്യമുള്ളൂ. ആ എടുത്തോളൂ. ഒരു മിനിറ്റ്, ഫ്ലാസ്കിൽ ചായ ഇരിക്കുന്നുണ്ടേ. ഒരു ചായ വിരോധമല്ലോ. ചായ അയ്യോ, ചായ ഒന്നും വേണ്ടായിരുന്നില്ല. കുടിക്കൂ. കുടിച്ചോളൂ. ഈ പെരിങ്ങോട് എങ്ങനെ നിങ്ങളുടെ സ്വന്തം നാടാണോ അതോ കല്യാണം കഴിച്ചു കൊണ്ടുവന്നോ? പെരിങ്ങോട് എൻ്റെ നാട് തന്നെയാണേ. ഓഹോ, 2-2.5 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അമ്മ അവിടെ പോസ്റ്റ് മാഷായിരുന്നു. ഒരു 9-നും 10-നും ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലമല്ലേ, വലിയ മനകൾ, അമ്പലങ്ങൾ, പാടങ്ങൾ, വായനശാല. പിന്നെ പിന്നെ സ്കൂൾ. നല്ല രസല്ലേ, കേൾക്കണവർക്കും പറയണവർക്കും ഒക്കെ നല്ല രസാ. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നൊരു ജയശ്രീനെ അവരറിയും. അതായത് 90-91 കാലഘട്ടത്തിലായിരുന്നു. അന്ന് എൻ്റെ അമ്മ അവിടുത്തെ പോസ്റ്റ് മാഷായിരുന്നു. അന്ന് സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻ്റായിരുന്നു ജയശ്രീ. അന്ന് അവൾ എഴുത്തിനും നൃത്തത്തിനും പാട്ടിനും എന്തിനും അന്ന് അവൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരരവിന്ദ്. ആ അരവിന്ദാണ് ഈ ഞാൻ. ആ ജയശ്രീയെ ആണ് ഞാൻ അന്വേഷിക്കുന്നത്. TP ജയശ്രീ, അറിയോ അവരെ? ഇപ്പൊ പറഞ്ഞ ജയശ്രീ അത് ഞാൻ തന്നെയാ. നിങ്ങളോ? നിങ്ങൾ ജയശ്രീയോ? പക്ഷെ ജയശ്രീ TP നിങ്ങളല്ല. അതെന്താ, ഇക്ക് ജയശ്രീ TP ആയാ പറ്റില്ലേ? അവളൊക്കെ ഏത് ടോപ്പ് റാങ്കിലെത്തിണ്ടാവും അറിയോ? മിനിമം ലെക്ചറാ, ഡോക്ടറോ എൻജിനീയറോ തഹസിൽദാരോ ADMോ ഏതൊക്കെയോ ഉയർന്ന റേഞ്ചിലെത്തി. എന്നാ പിന്നെ നിങ്ങൾ ഈ പറയണ ജയശ്രീ TPനെ അരവിന്ദനെയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, ഇക്കോട്ട് അറിയൂല. അല്ല പിന്നെ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ പ്ലീസ്. ഇക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവള് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു, നന്നായിട്ട് എഴുതുമായിരുന്നു. ഇതൊക്കെ ഞാനും ചെയ്തായിരുന്നു. ഈ കൊണ്ടാട്ടം കൊടുക്കാനല്ല ആർട്ട്. അവൾ പാട്ടിന് ഫസ്റ്റ് ആവുമ്പോൾ ഞാൻ സെക്കൻഡാ, ഞാൻ എഴുത്തിൽ ഫസ്റ്റ് ആവുമ്പോൾ അവൾ സെക്കൻഡാ. ഇതൊക്കെ ഞാനും ചെയ്തായിരുന്നു, ഈ എഴുത്തും വായനയൊക്കെ. നിങ്ങളോ? കേട്ടാപ്പോൾ ഇതിങ്ങനെ അവളുടെ സൗന്ദര്യം, അവളുടെ ചുരുണ്ട മുടി, അവളുടെ നീണ്ട വിരലുകൾ, അവളുടെ കൺപീലി, ശോ, അതാണ് പെൺകുട്ടി. വല്ലാത്തൊരു സാഹിത്യമായല്ലോ ഇപ്പൊ ഇത്. ആ പ്രായത്തിൽ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ.
16 വയസ്സല്ലേ, ഒരു തുടുപ്പൊക്കെ ഉണ്ടാവും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ ഉണ്ടാർന്ന്. അവൾ അടുത്ത് വരുമ്പോൾ ചമ്പകത്തിൻ്റെ മണ. താരന്റെ മണാവും. അവളുടെ ശ്വാസത്തിന് മുല്ലപ്പൂവിൻ്റെ ഗന്ധ. അയ്യയ്യേ കഷ്ടം. അവളൊന്ന് തൊട്ടാലുണ്ടല്ലോ വസന്ത. അപ്പോ തൊടലും പിടിക്കലൊക്കെ ഉണ്ടാർന്നു സാരം. ശേ, ഇതൊന്നുമല്ലെന്ന് ഈ കവികളും കാൽപ്പനികരൊക്കെ പറയാറില്ലേ വിശുദ്ധ പ്രണയെന്ന്. അതാ ആ തരക്കാർക്കൊക്കെ എന്തു ആവാം. കവികളും കാൽപ്പനികതയും ആണും പെണ്ണും കൂടി ഒരൊറ്റ സംഭവമേ ഉള്ളൂ, അതാ തന്നെയാ. ഈ തരക്കാരോടൊക്കെ പറഞ്ഞിട്ട് എന്താ? ഈ കാൽപ്പനികതയും പ്രണയവും ഇല്ലാത്തവർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ ഒന്നുകൂടി ആലോചിച്ചു പ്ലീസ്. അതെ, എനിക്ക് പോണം, നേരം കുറേ. ഇതെടുത്തിട്ട് 650 ഉറുപ്പിയുടെ സാധനം ഉണ്ട്, 600 ഉറുപ്പ്യ തന്നാ മതി. ഇതെടുത്തിട്ട് എൻ്റെ കാശ്. നിങ്ങളീ പറയണ പുളൊന്നും കേൾക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ പോവാ. നിങ്ങൾ സത്യം പറയും, പെരുങ്ങോട് തന്നെ വരുന്നേ? ഇത്ര ദൂരത്തുനിന്നൊക്കെ അതെങ്ങനെ? എന്ത് ദൂരം? കാലത്ത് പെരിങ്ങോട്ടുനിന്ന് പട്ടാമ്പിക്കൊരു ബസ്സുണ്ട്. അതിലങ്ങോട്ട് കയറി പട്ടാമ്പി ഇറങ്ങിയാൽ പിന്നെ തെക്കോട്ടോ വടക്കോട്ടോ എങ്ങടെയെങ്കിലും പോണ ട്രെയിനിലാണ്ട് കയറും. പിന്നെ അന്ന് അവിടെ എൻ്റെ കച്ചവടം. ഒരു ദിവസം 600 ഉറുപ്പിടെങ്കിലും കച്ചവടം ഇല്ലാണ്ട് കുടുംബത്തെ കാര്യം കഴിഞ്ഞൂല്ല സാറേ. പിന്നെ വലിയ വീടൊക്കെ കണ്ടു ചെന്നിട്ടും ഒരു കാര്യമില്ല. ഒക്കടെ നിരത്തി വെച്ചുകൊടുത്താലും 5ന്റെ കച്ചവടം അന്നേക്ക് അവിടെ ഉണ്ടാവാറില്ല. ചിലോടത്ത് ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങും വേണ്ടാന്ന് പറയലോ. അതെ, ഓരോ നാട്ടിലും ഓരോ തരക്കാരല്ലേ. ഇതിപ്പോൾ വൈഫ് ഹൗസാ, എൻ്റെ നാടൊന്നല്ല. എവിടെ ചെന്നാലും സാറേ എൻ്റെ ഈ ഉണ്ണിയപ്പം ഞാൻ വീട്ടിലുണ്ടാക്കണതാ. ആരെങ്കിലൊക്കെ 2 പാക്കറ്റെങ്കിലും വാങ്ങാണ്ടിരിക്കാറില്ല. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ അതും ഉണ്ടായിട്ടില്ല. എന്ത് നാടാ അത്? ഇനി എന്തായാലും ഇങ്ങോട്ടേക്ക് ഞാനില്ല സാറേ, തീരുമാനിച്ചു അത്. ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം പറയുമ്പോഴേ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ 2 ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു സാരും കാണാതെ എനിക്ക് മാത്രമായിട്ട്. അത് അവളുടെ വിയർപ്പിൻ്റെ മണവും അവളുടെ കണ്ണുകളുടെ നാണുമായിട്ട്. അതിൻ്റെ ഒരു സ്വാദ്. ഞാൻ പിന്നെ എന്തൊക്കെ കഴിച്ചു, ഇന്ന് വരെ ആ സ്വാദ് കിട്ടിയിട്ടില്ല. ഞാൻ വൈഫിനോട് എപ്പോഴും പറയും, വൈഫിനറിയാം, പക്ഷേ ആ സ്വാദ് കിട്ടിയിട്ടില്ല. പ്രേമിക്കണ കാലത്തല്ലേ അതൊക്കെ അങ്ങനെ തന്നെ തോന്നുള്ളൂ. എന്ത് വിഷായാലും അപ്പം അമൃതമായിട്ട് തന്നെയാ തോന്നുക. ദേ എല്ലാം കൂടിയിട്ടൊരു 650 ഉറുപ്പിയുടെ സാധനമുണ്ട്. സാറൊരു 600 ഉറുപ്പ്യ തന്നാൽ മതി, നക്കാണ്ട് പോവാറുന്നു. പ്ലീസ് ഒന്ന് ഓർത്ത് നോക്കൂ, ഞാൻ പെരുങ്ങോട് അവനോട് ചോദിക്കണതാ. ഇത് ഞാൻ തന്നെയാണ് മാഷേ. നിങ്ങൾ ജയശ്രീ ആയിരിക്കും, പക്ഷേ എൻ്റെ ജയശ്രീ അവരുടെ വീട് ആ കോതര മനക്കാടിൻ്റെ അടുത്തായിട്ട് വരും. ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ. നിങ്ങളീ പറയണ കോതരക്കാടിൻ്റെ അവിടെയൊക്കെ തന്നെ എൻ്റെ വീട്. പക്ഷെ നിങ്ങളീ പറയണ ജയശ്രീ ഒന്നും എനിക്കറിയില്ല. ചോദിണ്ടാ മൂടി പോവും. നിങ്ങൾക്കറിയാഞ്ഞിട്ടാ, 2 കൊല്ലം മുമ്പ് ഒരു ക്ലാസ്മേറ്റ് സംഗമം നടത്തിയിരുന്നു. അതിൽ അവളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ദിവസത്തെ ലീവ് എടുത്തിട്ട് UK വന്നു, വൈഫിനോട് പോലും പറയാതെ. അന്ന് വൈഫിനും കുട്ടികൾക്കും ഫുഡ് ഇൻഫെക്ഷനായിട്ട് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനേ പറ്റിയില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് ജയശ്രീയെ കുറിച്ചിട്ട്. അവൾക്കറിയാം ആ കഥകളൊക്കെ. പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഞാൻ വാട്സപ്പ് നോക്കി, ഫേസ്ബുക്ക് നോക്കി, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നോക്കി, എവിടെ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. ചിലരങ്ങനെയാ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരത്തിലെത്തിയുണ്ടാവും. ചിലപ്പോൾ താഴ്ചയിലും. ജീവിതം അതൊന്നല്ലേ ഉള്ളൂ. നിങ്ങളീ പറയണ ജയശ്രീ ചിലപ്പോതാ ഇതുപോലെ വന്ന് വർത്താനം പറഞ്ഞിറങ്ങിപ്പോയിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങളുടെ മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടാവും.
പരസ്പരം അറിയാതിരുന്നാ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിതല്ലേ, അതിങ്ങനെയൊക്കെ തന്നെയാ. കുറച്ചേരം വർത്താനം പറഞ്ഞാ പിന്നെ ഇപ്പം തുടങ്ങും തലവേദന. ഇക്കൊരു ഗ്ലാസ് ചായ കൂടി തരുമോ? ചൂടുണ്ടേ. നിങ്ങൾക്ക് ഈ ഷുഗറൊക്കെ ഉള്ളതല്ലേ, എന്നിട്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നത്? ഡോക്ടറൊന്നും കാണിക്കാറില്ലേ? ഡോക്ടറെ കാണിക്കണോ? അതൊക്കെ വലിയവർക്കുള്ളതല്ലേ. ഞാനൊരു നുള്ളു പഞ്ചസാര അങ്ങോട്ട് തിന്നും, അല്ലാണ്ട് ഡോക്ടറൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഹസ്ബൻഡ്? അതൊരു കണക്കാ. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയതാ? ആ, വീട്ടിലുണ്ടാക്കിയത് തന്നെയാ. അത് ശരി. ഇനിയിപ്പോൾ നിങ്ങൾ നേരെ പെരിങ്ങോട്ടേക്കാണോ പോണത്? ആ, പെരിങ്ങോട്ടേക്ക് തന്നെ. അതെ, എന്താണെന്നറിയില്ല, ആ കുട്ടീനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ നല്ല സ്നേഹമുള്ള ഭാര്യയുണ്ട്, പിന്നെ മിടുക്കികളായ 2 കുട്ടികളുണ്ട്, ഈ സൗകര്യങ്ങളുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, വർഷങ്ങളായിട്ട് അവൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സ്വതവേ ഇങ്ങനത്തെ ആൾക്കാർ വന്നാണെന്ന് വർത്താനം പറയാറില്ല. പക്ഷെ നിങ്ങൾ പെരിങ്ങോട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കാകെ അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. ഒന്നും കൂടി നോർത്തോ. എന്താ സാറേ ഇത്? അവളെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കെങ്ങനെ ഗൂഗിൾ പേ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഒന്നുമില്ല. ഓ, ഇതൊന്നും ഇപ്പോൾ അവൾ വാങ്ങിക്കുന്ന സാധനങ്ങളല്ല. വാങ്ങിയപ്പോൾ അവളെന്തൊക്കെയാണ് പറയാൻ തന്നെ അറിയില്ല. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ പൈസ കൊണ്ടൊന്നും ഒരു കാര്യങ്ങളും ഇവിടെ മേടിക്കാറില്ല. ഒക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണ് പതിവ്. അതെ, ഇതിപ്പോൾ എന്താപ്പോൾ ഞാൻ പറയുക, അവളുടെ ഇതിപ്പോൾ മുഴുവൻ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, തിരഞ്ഞോക്കട്ടെ. പൈസ ആയിട്ട് വെക്കാറില്ല, അതാ പ്രശ്നം. ഈ ജിപേ വേറെ വേണ്ടപ്പെട്ടവർക്കുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? അതൊക്കെ വേണേ, ഒരു ബിസിനസ് ഇറങ്ങുമ്പോൾ അതൊക്കെ അല്ലേ. ആർക്കൊക്കെ ഈ പൈസ കേൾക്കുന്നത്?
അതെ, ജയശ്രീയാണ്. ജയശ്രീ ടി പി അതെ, ജയശ്രീ ടി പി ആണ്. പഞ്ചായത്തിൽ നിന്നാണ്. ലൈഫ് മിഷൻ അപേക്ഷ കൊടുത്തിരുന്നല്ലോ. അതിന് ആധാറിന്റെ കോപ്പി, ആധാർ കാർഡല്ലേ? റേഷൻ കാർഡും എത്തിക്കണം. എത്തിക്കാം. നാളെ തന്നെ എത്തിക്കണം. റേഷൻ കാർഡിന്റെ കോപ്പി അത്രയല്ലേ വേണ്ടുള്ളൂ? എത്തിക്കാം. ഓ, അത് മതി.